ഡെലിവറി കഴിഞ്ഞ് എന്നെ സംബന്ധിച്ച് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടായിരുന്ന കാര്യമെന്ന് പറയുന്നത് ഒന്നാമത്തേത് എപ്പിസിയോട്ടമി ചെയ്ത ആ ഒരു സ്റ്റിച്ചിൻ്റെ വേദനയും രണ്ടാമത്തേത് നിപ്പിൾ ക്രാക്ക് കൊണ്ടുള്ള ബുദ്ധിമുട്ടുമായിരുന്നു. എപ്പിസിയോട്ടമി എന്ന് പറഞ്ഞാൽ നോർമൽ ലേബറിൻ്റെ സമയത്ത് ബേബി സുഖമായിട്ടും വെജൈനയെ കൂടെ പുറത്തു വരാൻ വേണ്ടി വെജൈനയുടെ സൈഡിൽ ചെറിയൊരു ഇൻസിഷൻ ഇട്ട് കൊടുക്കുന്നതാണ് എപ്പിസിയോട്ടമി എന്ന് പറയുന്നത്. ആ ഒരു സ്റ്റിച്ചിൻ്റെ വേദനയാണ് എനിക്ക് കാര്യമായിട്ടുണ്ടായിരുന്നത്. ഈ ഒരു വേദന പെട്ടെന്ന് മാറാൻ, ഈ വൂണ്ട് ഹീലിംഗ് പെട്ടെന്ന് വൂണ്ട് ഉണങ്ങാൻ വേണ്ടി ഞാൻ ചെയ്തിരുന്നത് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം എപ്പോഴും ആ ഒരു ഏരിയ ഡ്രൈ ആക്കി വെക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ പാഡ്സും കൃത്യമായ ഇടവേളകളിൽ ചേഞ്ച് ചെയ്യണം. ആ ഒരു മുറിവ് പെട്ടെന്ന് ഉണങ്ങാൻ വേണ്ടി ത്രിഫല പൊടിയിട്ട് തിളപ്പിച്ച് ചൂട് പാകമാവുമ്പോൾ ആ വെള്ളത്തിൽ ദിവസം 2-3 തവണ സിറ്റ്സ് ബാത്ത് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇനി അങ്ങനെ അല്ലെങ്കിലും കുറച്ചുകൂടെ നമുക്ക് സഹിക്കാൻ പറ്റുന്ന ചൂടുള്ള വെള്ളത്തിൽ കല്ലുപ്പിട്ടിട്ട് അതിൽ സിറ്റ്സ് ബാത്ത് ചെയ്താലും മതി. നീരും വേദനയും വളരെ കൂടുതലാണ് എന്നുണ്ടെങ്കിൽ തണുത്ത ഐസ് പാക്ക് വെക്കുന്നതും നല്ലതായിരിക്കും. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ എപ്പിസിയോട്ടമിയുടെ വൂണ്ട് പെട്ടെന്ന് തന്നെ ഹീൽ ചെയ്യും.